നമസ്കാരം. കേരളത്തിന്റെ അഭിമാനമായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞങ്ങളുടെ MP അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുകയാണ് എന്ന അഭിമാനത്തോടെ സുരേഷ് ഗോപിയെ നോക്കി പറഞ്ഞത് കേരളത്തിന് തന്നെ അഭിമാനമാണ്. മലയാളികൾക്ക് അഹങ്കാരത്തോടെ തന്നെ ഇത് പറയാം. കേരളത്തിലെ BJPയുടെ ചുവടുറപ്പിനെ കുറിച്ച് നരേന്ദ്രമോദി വാചാലനാകുന്ന കാഴ്ചയാണ് കണ്ടത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് കേരളത്തിലേക്കായിരുന്നു. BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് പറഞ്ഞ കേരളത്തിൽ BJP 2ാം സ്ഥാനത്തെത്തി എന്നുള്ളത് ഇടത് കേന്ദ്രങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയും പ്രഹരവുമായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായുള്ള അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവരുണ്ടാക്കിയെടുത്ത ചരിത്ര നേട്ടമായിരുന്നു കേരളത്തിലെ BJP അക്കൗണ്ട്. അതിന് നിയോഗിക്കപ്പെട്ടത് എല്ലാം കൊണ്ടും സമ്പൂർണനായ നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി. ഇപ്പോഴത്തെ ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ പ്രധാനിയായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ആദ്യമായി BJP ഒരു സീറ്റിൽ ജയിച്ചുവെന്ന് മോദി എടുത്തു പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ BJP അക്കൗണ്ട് തുറന്നു. ഞങ്ങളുടെ MP അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുകയാണെന്ന് സുരേഷ് ഗോപിയെ നോക്കി നരേന്ദ്രമോദി പറഞ്ഞു. തമിഴ്നാട്ടിലെ നിരവധി സീറ്റുകളിലും BJP ശക്തമായ സ്വാധീനമുറപ്പിച്ചു. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും BJP വോട്ട് ശതമാനം വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടി. അദ്ദേഹം അവകാശപ്പെട്ടു, സ്ഥിരതയ്ക്കും തുടർച്ചയ്ക്കും വേണ്ടിയായിരുന്നു ജനവിധി. 4 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിലും BJP സമാനതകളില്ലാതെ വിജയം നേടി. മഹാപ്രഭു ജഗന്നാഥന്റെ ഭൂമിയായ ഒഡീഷ തങ്ങളെ അനുഗ്രഹിച്ചു. ആന്ധ്രാപ്രദേശ് NDA തൂത്തുവാരി. അരുണാചലിലും സിക്കിമിലും NDA തിരിച്ചെത്തി. 6 മാസം മുൻപ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വിജയിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അയോധ്യയിലെ പരാജയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം BJPയെ വലിയ രീതിയിൽ പരിഹസിച്ചിരുന്നു. ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കായുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറയവെയാണ് കേരളത്തിൽ BJPയുടെ വിജയത്തെ പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാചാലനായത്. അത് രാഹുൽ ഗാന്ധിക്കും വലിയ തിരിച്ചടിയായി. കൂടുതൽ പ്രദേശത്തു നിന്നും പുതിയ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ തങ്ങളെ സേവിക്കാൻ NDAക്ക് അവസരവും സ്നേഹവും തരികയാണെന്നും നരേന്ദ്രമോദി അടിവരയിട്ട് പറയുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കേരളത്തിലെ വിജയമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ബഹളം തുടർന്നു. മണിപ്പൂർ മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. മണിപ്പൂരിന് നീതി വേണം, ഏകാധിപത്യം അനുവദിക്കില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി. പക്ഷെ പ്രതിപക്ഷത്തോട് നടുത്തളത്തിൽ ഇറങ്ങാൻ നിർദ്ദേശിച്ചുവെന്ന് ആരോപിച്ച് സ്പീക്കർ രാഹുൽ ഗാന്ധിയെ തിരിച്ച് ശാസിക്കുകയായിരുന്നു.